തിരുവനന്തപുരം നഗരത്തിലെ പല സാംസ്കാരിക പരിപാടികളും അരങ്ങേറാറുണ്ടെങ്കിലും ഇന്ന് ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചു. ആ സിനിമ എൻ്റെ ശരിക്കും പറഞ്ഞ ഹൃദയാന്തരങ്ങളെ തന്നെ സ്പർശിച്ചു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരെ ശരിക്കും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ജനകീയ മുന്നേറ്റം തന്നെയാണ് ഈ സിനിമ. കാടകം എന്ന സിനിമ ശരിക്കും കേരളത്തിലെ സമാന്തര സിനിമയെ ജനകീയവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ അത്യുജ്വലമായൊരു മാതൃകയാണ്. ഈ കാടകത്തിൻ്റെ സംവിധായകരും അഭിനേതാവും അതുപോലെ തന്നെ കാടകം ആസ്വദിച്ചിട്ടുള്ള PRD മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ വാൾട്ടർ ഡിക്രൂസും ഒക്കെ തന്നെ ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വെരി ഗുഡ് മോർണിംഗ് ജെൻകിസ് സബർ. ഈ സിനിമ ഞാൻ കണ്ടു. ഇത് വളരെ കാവ്യാത്മകമായൊരു അനുഭവമായിരുന്നു. എന്താണ് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ സിനിമ ഹൃദയത്തിൽ തൊട്ട് തങ്ങളെ ഈ സംവിധായകൻ്റെ രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രൂ സ്റ്റോറിയാണ്, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇത് വളരെ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്ത ഒരു വലിയ സബ്ജക്റ്റാണിത്. നമ്മൾ ഏകദേശം ഒരു 10-15ഓളം ദിവസങ്ങൾ എടുത്തുകൊണ്ടുണ്ട്. ചെറിയൊരു ബഡ്ജറ്റ് ചെയ്ത പടം. ഇത് പൂർണ്ണമായിട്ടും കാടാണ്. ഇത് കാടിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റാണ്. 2002 അടിമാലി മുനിയറ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഞങ്ങൾ ചെയ്തത്. യാദൃശ്യമായിട്ട് ഒരു അടിമാലി ഒരു യുവാവിനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം ഒരു 5 ദിവസം കാട്ടിലകപ്പെട്ട് പോയ ഒരവസ്ഥയാണ്. ആ കഥയും അടിമാലി ഭാഗത്ത് നടക്കുന്ന പ്രാദേശിക ചന്ദനക്കള്ളക്കടത്തിൻ്റെ കഥയും കൂടെ ജോയിൻ ചെയ്ത് ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 1.25 മണിക്കൂറോടെ ഉണ്ട് ഈ ചിത്രം. കാരണം കേരളത്തിലെ തിരുവനന്തപുരം ജില്ല അമ്പൂരി മുതൽ ഏകദേശം ഇടുക്കി വരെയുള്ള ഒരു ചില കാടുകളിലാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ കഷ്ടപ്പാട് സഹിച്ച് ഒരുപാട് പല കാടുകളിൽ പോയപ്പോഴും ഓക്സിജൻ കിട്ടാത്ത ഒരനുഭവം ഉണ്ടായും. ആഹാരത്തിൻ്റെ പ്രശ്നം, പാമ്പുകളുള്ള കാടുകളും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുണ്ട്. ഒരുപാട് തിരുവനന്തപുരത്തായിരുന്നല്ലേ? തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാടുകളിലായിരുന്നു. തിരുവനന്തപുരത്തല്ല, തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഉണ്ടായിരുന്നു. ഇടുക്കി വരെ ഏകദേശം കേരളത്തിൽ ഒരുപാട് കാടുകൾ. സർക്കാരിൻ്റെ കാടുകൾ ഒന്നും അധികമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലാണ് അതിൻ്റെ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വലിയ ഘോരമായ കാടുകളിലേക്ക് പോകാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ സാധാരണ പമ്പ ഭാഗത്തേക്കാണ് ഒരുപാട് ഇടതൂർന്ന് കിടക്കുന്ന കാടുകളുണ്ടാവും. അപ്പോൾ അവിടെ ഈ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമ്മുടെ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടികളും ചില കാട് പ്രദേശങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കാടിൻ്റെ അടുത്തുള്ള ചില സ്ഥലങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചിത്രം ചെയ്തത്. ഇവിടെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇത് ഷൈജു എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ജീവിത കഥയാണ്. അപ്പോൾ ഡോക്ടർ ഗരീഷ് കൃഷ്ണയാണ് ഇതിനകത്ത് മെയിൻ ലീഡിങ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡോക്ടർ ആരോമൽ, അതുപോലെ ജോസ് പാല, ജോസ് ചാക്കോ, അങ്ങനെ നിരവധി ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 15ഓളം പേരുണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും പറയുന്നതൊരു ചെറിയൊരു സിനിമ, പക്ഷേ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത വലിയ സിനിമയാണ്. കാരണം ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ രീതികൾ വേറെ മറ്റു രീതികളിലേക്കാണ് പോകുന്നത്. കാരണം ഒന്ന്, ഈ ബഡ്ജറ്റ് പ്രശ്നം, ഏകദേശം 120 ദിവസം ഷൂട്ട് ചെയ്യുകയാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ രീതി. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച ഒരു ചിത്രമാണ്. അപ്പം ഇത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ 2026 ഏകദേശം 70ഓളം രാജ്യങ്ങളിൽ ഇതൊരു ഫെസ്റ്റിവലിലേക്ക് അയക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ. ഇതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ് ആണ് ഇന്ന് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്നതല്ലേ? എന്താണ് ആദ്യത്തെ സ്ക്രീനിങ് ആണ് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്നത്, ഇന്ന് നടന്നത്? ഇത് തിയേറ്റർ റിലീസായ സിനിമ. തിയേറ്റർ റിലീസായി 14 ദിവസത്തോളം കേരളത്തിൽ തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അല്ല, കഴിഞ്ഞ IFKയിലുണ്ടായിരുന്നത്? ഇല്ല, ഈ പ്രാവശ്യം IFK നമ്മൾ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് സെലക്ഷൻ ആവുമെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ അയക്കുകയാണ്. തിയേറ്ററിൽ ഓടിയ ശേഷമാണ് നമ്മൾ ഈ മ്യൂസിയത്ത് ഇത്തരത്തിൽ ഈ ദേശീയ സെമിനാർ, ഈ അദ്ദാളം കൾച്ചർ ഫോറം നടത്തിയ ദേശീയ സെമിനാറിനോടനുബന്ധിച്ച് ഈ ചിത്രം നമ്മളോട് പോകും. അല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ നല്ല റെസ്പോണ്ടായിരുന്നു. ആണല്ലേ? ഒന്ന് നമ്മളെ സംബന്ധിച്ചോളം ഒരു ചെറിയ സിനിമകളൊന്നും ഒരിക്കലും മലയാളത്തിൽ സാമ്പത്തിക നേട്ടം ഒരിക്കലും ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ച ആ സിനിമ എടുക്കില്ല. കാരണം ഇതൊക്കെ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യുകയും അത് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകളൊന്നും ഒരിക്കലും ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും നമ്മൾ കച്ചവട സിനിമ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരല്ല. സിനിമയെ സ്നേഹിക്കുകയും സിനിമയിലെ ഓരോരുത്തർ അവരവരുടെ ക്രിയേറ്റിവിറ്റി, വ്യത്യസ്തമായ കഥകൾ, വ്യത്യസ്തമായ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ മറ്റു രീതികൾ. ഇതിൻ്റെ ഫോട്ടോഗ്രാഫി രീതി തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ്. കാരണം ഇതൊരു 9 പേരുടെ യാത്രയാണ് ഈ ചിത്രം. കാട്ടിൽക്കൂടുള്ള യാത്രയാണ്. നമ്മൾ ഏകദേശം ഇൻ്റർവെൽ വരെയും ഫസ്റ്റ് ഹാഫ് വരെയും. അപ്പോൾ ആ യാത്രയിൽ ആ 9 പേരിൽ ഒരാൾ
ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫീൽഡിലാണ് ഈ സിനിമ ചെയ്യുന്നത്. ഒരു ബ്രീത്തിങ്ങും ഒരു ഷെയ്ക്കൊക്കെ വെച്ചാണ് സിനിമ. പക്ഷേ ഇൻ്റർവ്യൂവിന് ശേഷം അത് നിശ്ചലമാണ്. ഇൻ്റർവ്യൂവിന് ശേഷം നായകനും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും മാത്രം. ആ സ്വപ്നങ്ങൾക്ക് ചലനം ഇല്ല എന്നാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ രീതിയിലൊരു പാറ്റേണാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ ശരിക്കും കാടും പ്രണയവും എല്ലാം വരുന്നുണ്ടല്ലേ, മനുഷ്യൻ്റെ വിഹുലതകളും ഒക്കെ വരുന്നുണ്ട്. ഞാൻ കണ്ടിരുന്ന അസാധ്യമായിട്ടൊരു ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഭാവി പ്രോജക്റ്റുകൾ? ഇപ്പം ഞാനിതിപ്പോൾ എൻ്റെ 4ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ മാനത്ത് കണ്ണി, അത് ഏകദേശം 10 വർഷത്തിന് മുമ്പ് റിലീസായ പടമാണ്. അതൊക്കെ ഐഫിക്കയിൽ വന്നതല്ലേ, കണ്ടിട്ടുണ്ട്? ലൈഫൊക്കെ വന്നിട്ടുണ്ട്, മറ്റ് ചില ഫെസ്റ്റിവൽസിനൊക്കെ പോകും. ഫെസ്റ്റിവൽസ് കണ്ടിട്ടുണ്ടോ? അത് തന്നെ. അതിനുശേഷം ചാക്കാല എന്ന് പറഞ്ഞൊരു പടം. കാരണം ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 5 സിനിമ എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ പടം പ്രകൃതിയുടെ രാഷ്ട്രീയമാണ് സംസാരിച്ചത്. 2ാമത്തെ സിനിമ ചാക്കാല മരണവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. 3ാമത്തെ സിനിമ കാത്തൊരു കല്യാണം, അതും 28 ദിവസത്തോളം കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടി. അത് ജനനത്തെ ആണ് നമ്മൾ ബേസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഈ കാടിനെ ബേസ് ചെയ്തിട്ടാണ്. ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തിയായ സിനിമയാണ് കീമാൻ, റെയിൽവേ. അങ്ങനെ 5 ഡിഫറൻറ്റ് സബ്ജക്റ്റുകളാണ്. ഓക്കെ. ഏതായാലും സമാന്തര സിനിമയെ ജനകീയവൽക്കരിക്കാനുള്ള ഈ ജെയിൻ ക്രിസ്റ്റഫറിൻ്റെ വിദാന്ത പരിശ്രമങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരട്ടെ. നന്ദി. താങ്ക് യു. കാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ സുധീഷ് കോശിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. സുധീഷ്, എന്താണ് ഈ ഒരു സിനിമയുടെ സന്ദേശം? എന്താണ് കാടകത്തെ സിനിമയുടെ? ഒരു സർവൈവൽ ത്രില്ലറാണ് സിനിമ. ഒരു ആളുടെ അനുഭവമാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അനുഭവമാണ്. അപ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്ററിന് എത്രയും പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ ആ അനുഭവിച്ച ആൾ എല്ലാം സൗണ്ട് വേണം ഒന്നതെടുക്കാം. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞു. കാടകം ഒരു സർവൈവൽ ത്രില്ലറാണ്. ഒരാൾ അനുഭവിച്ച ഒരാളുടെ ജീവിത അനുഭവമാണ്. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റിലോട്ട് മാറുമ്പം അനുഭവങ്ങൾ അതേപടി സ്ക്രിപ്റ്റ് എഴുതി വച്ചാൽ മതി എന്ന് തോന്നുമെങ്കിലും പക്ഷേ ആ കാട്ടിൽ അയാൾ അനുഭവിച്ച കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മ വളരെ കുറവാണ്. അപ്പോൾ അത് റീകളക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ശേഷം ഒരു സ്ക്രിപ്റ്റിലോട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് അയാളുടെ അനുഭവം. ബാക്കി നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ ഒരു കഥയാക്കി മാറ്റിയെന്നാണ്. അപ്പോൾ ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. അത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ കഥയാണ്. കാട്ടിലാണെങ്കിലും അത് നമ്മൾ കാടിനകത്താണെങ്കിലും വെളിയിലെ സൊസൈറ്റിയിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ ഒരു കഥയാണ്. അപ്പോൾ അതെന്തു മെസ്സേജ് എന്താണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ ഒരു ഒറ്റപ്പെട്ടു പോയിട്ട് നമ്മൾ സർവൈവ് ചെയ്യുന്നത് എങ്ങനെ. അതായത് നമ്മളിപ്പോൾ കാട്ടിൽ സർവൈവ് ചെയ്തത് ആ സിനിമയിൽ സർവൈവ് ചെയ്യുന്നത് അല്ലാതെ സർവൈവ് ചെയ്യുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം അതൊരു സർവൈവൽ ആണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. ഇതൊരു വളരെ മുതൽ മുടക്ക് കുറഞ്ഞ ഒരു പടമാണ്. പക്ഷേ കാരണം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു വലിയ ബഡ്ജറ്റ് പടം എടുത്ത് അത് വിജയിപ്പിക്കാൻ വലിയ പാടാണ്. പാടുന്നത് മാത്രമല്ല അത് വിജയിക്കുകയില്ലെന്നുള്ള കാര്യം ഉറപ്പുമില്ല. അപ്പോൾ കോടികൾ മുടക്കി എടുക്കുന്ന പടങ്ങൾ എത്രത്തോളം കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും ഇപ്പം നമുക്ക് അറിയാവുന്നതുമാണ്. അവിടെ നമ്മൾ വളരെ തുച്ഛമായ ഒരു ബഡ്ജറ്റിൽ ചെയ്തൊരു പടമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ കഥയുടെ അന്തസ്സത്തെ കളയാതെ നമുക്കാവുന്ന രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ആ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരും ഫെസ്റ്റിവൽസൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. തിയേറ്ററുകൾ ഓടിയെങ്കിൽ തന്നെയും ഫെസ്റ്റിവൽസൊക്കെയാണ് പ്രതീക്ഷ. അപ്പം ഇനി ഫെസ്റ്റിവലിൽ നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. നമസ്കാരം രതീഷ് കൃഷ്ണ. രതീഷ് കൃഷ്ണ നിരവധി നേരത്തെ തന്നെ മുൻപ് പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ സിനിമകളിൽ നിന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഈ കാടകത്തെ? ഉറപ്പായും ഞാൻ തികച്ചും ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടറായിരുന്നു. തിയേറ്റർ ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ മുൻകാല പടങ്ങളെല്ലാം തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ സാധ്യതകൾ ഉപയോഗിച്ചിരുന്നു. വ്യത്യസ്ത ഭാഷകളിലാണ് ചെയ്തിട്ടുള്ളത്. ഫീച്ചർ ഫിലിംസ് അല്ല, ഷോർട്ട് ഫിലിംസുകളിലാണ് ഞങ്ങൾ എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുള്ളത്. പലപ്പോഴും അത് ഡാൻസ് മൂമെൻറ്റ്സുകളുള്ള അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ആക്ടിങ്ങിനെയും ശരീരത്തെയും ഉപയോഗിക്കുന്ന സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് ആയിരുന്നു ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാടകത്തിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഭിനയം ഡയറക്ടർ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല വളരെ സൂക്ഷ്മമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥകളെക്കുറിച്ച് ഡയറക്ടറും തിരക്കഥാകൃത്ത് സുധീഷ് കോശിയും എന്നോട് കൃത്യമായ രീതിയിൽ പറഞ്ഞ് സംസാരിച്ചിരുന്നു. മാസങ്ങളോളം എനിക്കിതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസിക സാധ്യതകൾ അവർ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത് തികച്ചും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അറിയപ്പെടാത്തൊരു കഥയാണ്. അപ്പോൾ ഡയറക്ടർ അടക്കമുള്ളവർ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള
ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാനത് ഒരിക്കലും വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ ആ സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എനിക്കറിയില്ല. കാരണം അത്രയും അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. കാട്ടിൽ ഒറ്റയ്ക്ക് വളരെയധികം ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിയില്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സിനിമ കണ്ട് ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിലൊരു വളരെ സന്തോഷം തോന്നിയത്. പിന്നെ എല്ലാത്തിലുപരി ഈ സിനിമയുടെ ഒരു പ്രത്യേകത സെക്കൻഡ് ഹാഫ് മുഴുവൻ ഒറ്റയ്ക്കാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ സംഘർഷങ്ങൾക്ക് മറ്റ് കഥാപാത്രങ്ങളില്ല. നമ്മളെല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ വലിയ നടന്മാരില്ല നമ്മുടെ മുന്നിൽ. പക്ഷേ ഞാൻ അതിൽ അസ്വസ്ഥനായിരുന്നില്ല. കാരണം എനിക്ക് മുമ്പിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബൈ സെക്കൻഡിൽ ഭാവങ്ങളെ എന്താ പറയുക, ഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ കഴിയുന്ന ഒരു അത്യുഗ്രൻ നടനെ പോലെ പ്രകൃതി എന്നോട് സംവദിക്കുകയായിരുന്നു ഈ ഒരു ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഈ മൂവി ഒറ്റയ്ക്ക് ആ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ എനിക്കൊരിക്കലും അസ്വസ്ഥത തോന്നിയില്ല. കാരണം അത്രയും വേരിയേഷൻസ് പ്രകൃതി തന്നെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ പ്രകൃതിയോടുകൂടി ഇണങ്ങിച്ചേരുന്ന ബോഡി ലാംഗ്വേജുകളും എന്താ പറയുക മാനസിക അവസ്ഥകളുമൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത്. അനവധി ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ടിങ് നടത്തിയിട്ടുള്ളത്. കാരണം ഒരേ ഇമോഷനിൽ തന്നെ അനവധി ലെയറുകൾ, അഭിനയത്തിൽ അനവധി ലെയറുകൾ ആവശ്യപ്പെട്ടിരുന്നു ഡയറക്ടർ. സോ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇതിൽ ഏറ്റവും ഒരു സാധ്യത എന്താ വെച്ചാൽ ജെയിൻ ക്രിസ്റ്റഫർ പറഞ്ഞ ഒരു ഡയറക്ടറാണ്. കാരണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയെക്കുറിച്ചും എൻ്റെ ബോഡി ലാംഗ്വേജുകളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട് ഓൾറെഡി. എൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള അറിവ് ഓൾറെഡി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ എങ്ങനെ സിനിമയിൽ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കൃത്യമായ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ചെയ്തൊരു സിനിമയാണ് കാടകം. എന്തുകൊണ്ട് എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നത്. ആ ചലഞ്ച് കുറച്ചെങ്കിലും മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ കൂടി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. താങ്ക് യു. ഓക്കെ, നന്ദി രതീഷ്. എല്ലാ ഭാവങ്ങളും നേരും. താങ്ക് യു. കാടകം എന്ന സിനിമയാണ് ഇപ്പോൾ കണ്ടിറങ്ങിയത്. അത് ഒരു പുതിയൊരു ഡയറക്ടറാണ്, ജെയിൻ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ സിനിമയാണ് കാടകം. അത് കാട്ടിലൊറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥയാണ്. അത് കാട്ടിലെല്ലാവരും ഒറ്റപ്പെടുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ വനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരാണ്. നമുക്കിവിടെ ഈ സിനിമയിൽ കാടിൻ്റെ വന്യതയും കാടിൻ്റെ ഏകാന്തതയും കാടിൻ്റെ ചിലപ്പോൾ ശൂന്യതയും ഒക്കെ നമുക്കിതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വേറൊരു കാടിൻ്റെ കഥയാണ്. കാടിൻ്റെ കഥയല്ല, ഇത് മനുഷ്യൻ്റെ തന്നെ കഥയാണ്. മനുഷ്യരിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ മനുഷ്യരെ ഉപേക്ഷിച്ച് കളയുന്ന ചില മനുഷ്യരുടെ കഥയാണ്. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ തന്നെ വനത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ്റെ നിസ്സഹായതയും ഏകാന്തതയും അവൻ്റെ നിലവിളികളും നമുക്ക് തന്നെ വല്ലാതെ അനുഭവപ്പെടും, വല്ലാതെ ഫീൽ ചെയ്യും. നമുക്ക് അത്രത്തോളം സൂക്ഷ്മമായി ശ്രദ്ധയോടെ തയ്യാറാക്കിയ ഒരു സിനിമയാണ് കാടകം. ഇടയ്ക്ക് ചോദിച്ചിട്ട് വാൾട്ടർ IFFKയിലുമൊക്കെ നിരവധി പിന്നെ വനത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകൾ കണ്ടിരിക്കണമല്ലോ. അത്തരം സിനിമകളും മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്, വിദേശ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇതിനകത്തെ സവിശേഷമായ കാര്യം ഇത് നമ്മളോടൊന്നും വാചികമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടലും ഈ മനുഷ്യരൊക്കെ തള്ളിക്കളയുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു നമ്മുടെ മലയാളത്തിലെ തന്നെ അപൂർവ ചിത്രങ്ങൾ ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം. കാരണം അത്രത്തോളം ഇതിനകത്ത് കാടുണ്ടെന്നുള്ളതാണ്, കാടിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. മനസ്സിലായില്ല. പുതിയ ലൈഫിനെ കുറിച്ച് പറ. ഹൗസ് ലൈഫ്. പുതിയ ലൈഫല്ല, നമുക്ക് ഒറ്റ ലൈഫ് എപ്പോഴും ഒരേ മൂടോ? ഒറ്റ അടിയെന്ന കാര്യത്തില്ല. റാക്കിയുടെ എന്നിട്ട് പിന്നെ അല്ല വാതിൽ ടിപ്പ് കിട്ടുമോ? അല്ലൊരു കൈ വെക്കുമോ? അല്ല ചുമ്മാ എന്തായാലും ഓടാൻ പറ്റ എന്തായാലും പാറയ്ക്ക് എന്തായാലും അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഏത് ബാറ്? അമിഗോസ് എന്ന് പറഞ്ഞിട്ട് കൊള്ളാം. ഇപ്പോൾ പോയാൽ അടിക്കാൻ പറ്റും? ഇപ്പോൾ പോയാൽ പറ്റില്ല. ബാറ് 11 മണി വരെ റൂളുകളല്ല, അബ്കാരി റൂളുകളല്ല. 11 മണി വരെ പ്രവർത്തിക്കാൻ പാടില്ല. അവിടെ കുതിര പോലീസ് വന്നു. കുതിര പോലീസ് പറ. എന്തിലും പറയല്ലോ പാട്ടിനെ പറ്റി. പാട്ടെ കുറിച്ച് കേൾക്കുന്ന പാട്ടെ കുറിച്ച്. ഫ്രഞ്ച് മൊണ്ടാനേൻ്റെ അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ ഇതിപ്പോൾ ആഫ്രിക്കൻ ഏരിയാസിൽ ഷൂട്ട് ചെയ്തേക്കുന്നതാ. അത്യാവശ്യം നല്ല ബീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, കേൾക്കുമ്പോൾ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്ത് അങ്ങനെ ആ ഒരു വൈബിലായിട്ട്. പേര് അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേരാണോ? എൻ്റെ പേര് വിജിൽ. വിജില? ആ. സ്റ്റുഡൻ്റ് ആണോ? സ്റ്റുഡൻ്റ് അല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. എവിടാ? കഴക്കൂട്ടത്ത്. ഇതില്ല ബാർട്ടിന് അമിഗോസിലായിട്ട് ബാറിന് ഇതിൽ വർക്ക് ചെയ്യാം. ബാറിലോ? ആ, ബാറിൽ. ബാർബേനാണോ? ബാർമാനാണ്. പിന്നെ ഇതോ കണക്കോ? അല്ലല്ല, എന്താ പറയുക, വെയിറ്റർ അല്ലെങ്കിൽ സ്റ്റുവാർഡൊക്കെ ആയിട്ട് സ്റ്റുവാർഡായിട്ട് വർക്ക് ചെയ്യാം. ഏത് ബാറില്ല? അമിഗോസ് എന്ന് പറഞ്ഞിട്ട് കഴക്കൂട്ടം അമിഗോസ്. പറ. എന്നിട്ട് എന്താ വർക്കും പോയി കഴിഞ്ഞു. അപ്പോൾ